ഹായ് ഫ്രണ്ട്സ്, IEX അഥവാ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഈ ഒരു സ്റ്റോക്ക് ഒരു കാലത്ത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രിയപ്പെട്ട സ്റ്റോക്കായിരുന്നു. 2021 റാലിയിൽ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 295 താഴോട്ട് പതിച്ച് 116 രൂപ വരെ എത്തുകയുണ്ടായി. അപ്പോൾ ഏകദേശം 60% തകർച്ചയാണ് സ്റ്റോക്കിൽ ഉണ്ടായത്. പിന്നീട് വീണ്ടും മെല്ലെ മെല്ലെ ഈ സ്റ്റോക്ക് തിരിച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 2 പ്രാവശ്യം ഈ സ്റ്റോക്കിൽ ക്രാഷ് സംഭവിച്ചു. അപ്പോൾ ഈ 2 പ്രാവശ്യവും സ്റ്റോക്കിൽ ക്രാഷ് സംഭവിക്കാൻ കാരണം ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. അതായത് IEXൻ്റെ മൊണോപ്പൊളി ഇല്ലാതാകാൻ പോകുന്നു എന്ന ന്യൂസാണത്. അപ്പോൾ എന്താണ് IEXൻ്റെ മൊണോപ്പൊളി, അതെങ്ങനെയാണ് ഇല്ലാതാവുന്നത്, IEX ഈ പ്രതിസന്ധി അതിജീവിക്കുമോ, അപ്പോൾ ഈ ഒരു ക്രാഷ് ഒരു ബൈങ് അവസരമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. IEXൻ്റെ ബിസിനസ് മോഡൽ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് റവന്യൂ ഉണ്ടാക്കുന്നത്, അത് നമുക്ക് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എനർജി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നടക്കുന്നത് എനർജിയുടെ എക്സ്ചേഞ്ചാണ്. ഇവിടെ പറയുന്ന എനർജി ഇലക്ട്രിക്കൽ എനർജിയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് സർക്കാർ മേഖലകളിലും പ്രൈവറ്റ് മേഖലകളിലും കൽക്കരി ഉപയോഗിച്ചുകൊണ്ടും സോളാർ ഉപയോഗിച്ചുകൊണ്ടും വിൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ജലവൈദ്യുത പദ്ധതികളിലൂടെയൊക്കെ വൻതോതിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയൊക്കെ ആ ഉൽപ്പാദകർക്ക് വിൽക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഷോർട്ട് ടേമിലേക്ക് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യക്കാരും ധാരാളം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വിൽക്കുന്നവരും വാങ്ങുന്നവരും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ 80% അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ട് അല്ലെങ്കിൽ ആ ഇലക്ട്രിസിറ്റി ആ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ നേരിട്ട് സംസ്ഥാന സർക്കാരുകളുമായോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുകളുമായോ ഉള്ള ഒരു ലോങ് ടേം കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിൽക്കുകയാണ് ചെയ്യുക. അതേപോലെ ഈ ഷോർട്ട് ടേം ആവശ്യത്തിനുള്ള കറണ്ടും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 14% ട്രേഡ് നടക്കുന്നുണ്ട്. ആ 14% ഏകദേശം 7% ട്രേഡ് നടക്കുന്നത് ഈ എനർജി എക്സ്ചേഞ്ചുകൾ വഴിയാണ്. അപ്പോൾ എന്താണ് എനർജി എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നു, അതേപോലെ സ്റ്റോക്കുകൾ വിൽക്കുന്നു. അപ്പോൾ ഇത് വാങ്ങാനും വിൽക്കാനുമുള്ളവർ അവിടെ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അവിടെ നമ്മൾ ലേലം വിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഓൺലൈനിലായതുകൊണ്ട് നമ്മളത് കാണുന്നില്ലെന്നുള്ളൂ. അപ്പോൾ അതിലൂടെ നമ്മൾ സ്റ്റോക്കുകൾ നമ്മൾ വിൽക്കുന്നു, നമ്മളൊരു വില പറയുന്നു, അത് വാങ്ങാൻ ആളുകൾ വരുന്നു, അത് രണ്ടും മാച്ച് ആകുമ്പോൾ അത് ഓർഡർ എക്സിക്യൂട്ട് ആകുന്നു. ഇതാണ് അവിടെ നടക്കുന്ന പരിപാടി. ഇതേ പരിപാടി തന്നെയാണ് ഈ എനർജി എക്സ്ചേഞ്ചുകളിലും നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി വിൽക്കാൻ വരുന്നവരും അത് വാങ്ങാൻ വരുന്നവരും ലേലം വിളിച്ചുകൊണ്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് സൂക്ഷിക്കാൻ ഡിമാറ്റ് അക്കൗണ്ടുകളുണ്ട്. എന്നാൽ ഇലക്ട്രിസിറ്റി ഇങ്ങനെ ലേലം വിളിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സൂക്ഷിക്കാനുള്ള സ്ഥലമില്ല. അത് ആ ലൈനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈനിലൂടെ കറണ്ട് ആവശ്യക്കാരിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിസിറ്റിയുടെ ഓൺലൈൻ എക്സ്ചേഞ്ച് നടത്തുന്ന ഇന്ത്യയിലെ മാർക്കറ്റ് ലീഡർ കമ്പനിയാണ് IEX അഥവാ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഈ മേഖലയിൽ ഇവരല്ലാതെ തന്നെ വേറെയും പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ പവർ എക്സ്ചേഞ്ച് ലിമിറ്റഡ് അഥവാ HPX എന്ന് പറയുന്ന കമ്പനിയുണ്ട്. കൂടാതെ പവർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന PXIL എന്ന ഒരു കമ്പനിയും ഈ മേഖലയിൽ ഇവരോട് മത്സരിക്കുന്നുണ്ട്. പക്ഷേ IEXന് എനർജി എക്സ്ചേഞ്ചിൻ്റെ ഈ ഒരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ 80% ഒരു മാർക്കറ്റ് ഷെയർ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇതൊരു മൊണോപ്പൊളി പൊസിഷനിലുള്ള കമ്പനിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായും 3 രീതിയിലുള്ള ഈ ഇലക്ട്രിസിറ്റി എക്സ്ചേഞ്ചാണ് ഈ IEXൽ നടക്കുന്നത്. ഒന്ന് DAM അഥവാ ഡേ അഹെഡ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഒരു ദിവസം മുമ്പ് തന്നെ അടുത്ത ദിവസത്തിൻ്റെ കറണ്ട് സപ്ലൈ 15 മിനിറ്റിൻ്റെ സ്ലോട്ടുകളായി വിഭജിച്ച് ഷോർട്ട് ടേം ട്രേഡാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ അതേപോലെ രണ്ടാമത്തെ ഇത് റിയൽ ടൈം മാർക്കറ്റാണ്. അവിടെ 1 മണിക്കൂറിലേക്ക് ആവശ്യമുള്ള കറണ്ടിൻ്റെ സപ്ലൈ ആണ് നടക്കുന്നത്. മൂന്നാമത്തേത് ടേം അഹെഡ് മാർക്കറ്റാണ്. ഇവിടെ ഒരു ദിവസം മുഴുവൻ കറണ്ട് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഇപ്പോൾ 2022 ശേഷമുള്ള നിയമപ്രകാരം 90 ദിവസം വരെ നീട്ടിക്കൊണ്ടുപോകുന്ന
ഒരു ഇലക്ട്രിസിറ്റി സപ്ലൈ അല്ല അതിൻ്റെ ഒരു എക്സ്ചേഞ്ചാണ് അവിടെ നടക്കുക. അപ്പോൾ ഈ ഒരു 3 ടൈം ഫ്രെയിമിൽ, അതായത് 15 മിനിറ്റിൻ്റെ സ്ലോട്ടുകൾ ആവശ്യമുള്ളവർക്ക് അങ്ങനെ, ഒരു ദിവസത്തെ കറണ്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ, ഒരു മണിക്കൂറിന് വേണ്ടമുള്ളവർക്ക് അങ്ങനെ, ആ രീതിയിലുള്ള 3 ടൈപ്പിലുള്ള ട്രേഡാണ്, അതിൻ്റെ അത്തരം കറണ്ടിൻ്റെ എക്സ്ചേഞ്ചാണ് ഈ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഏത് ഷോർട്ട് ടേമിലേക്കുള്ള കറണ്ടാണോ ആവശ്യമുള്ളത് എന്നതനുസരിച്ച് ആവശ്യക്കാർ അവിടെ ഓർഡർ പ്ലേസ് ചെയ്യും. അപ്പോൾ അത് വിൽക്കുന്ന കമ്പനികൾ അവരുടെ വില, ആസ്ക് പ്രൈസ് അവിടെ അവരും പ്ലേസ് ചെയ്യും. അങ്ങനെ ഈ 2 പ്രൈസും മാച്ച് ചെയ്യുന്ന ആ ഒരു ജോലിയാണ് IEX ചെയ്യുന്നത്. അങ്ങനെ ആ ഓർഡർ എക്സിക്യൂട്ടീവ് ആവും. അപ്പോൾ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും കയ്യിൽ നിന്ന് ഈടാക്കുന്ന ആ ഒരു ഫീസാണ് IEXൻ്റെ പ്രധാന വരുമാന മാർഗം. അപ്പോൾ ഇവരുടെ 78% റവന്യൂ വരുന്നത് ഈ ഒരു ഫീസിൽ നിന്നാണ്. ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും കയ്യിൽ നിന്ന് ഈടാക്കുന്ന ഈ ഫീസിൽ നിന്നാണ് ഇവരുടെ 78% റവന്യൂ വരുന്നത്. ബാക്കി വരുന്ന 4% റവന്യൂ ആനുവൽ ഫീസ്, അഡ്മിഷൻ ചാർജ് തുടങ്ങിയവയിൽ നിന്നും 18% റവന്യൂ വരുന്നത് എനർജി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിലും പോലെയുള്ള മറ്റ് അതർ ഇൻകം സോഴ്സുകളിൽ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ IEXൻ്റെ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മോഡൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടേം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ പേരാണ് കപ്ലിംഗ്, മാർക്കറ്റ് കപ്ലിംഗ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് IEXൻ്റെ ബിസിനസ് ഇപ്പോൾ അപകടം നേരിടുന്നത്. അവർ നേരിടുന്ന പ്രതിസന്ധി ഈ ഒരു മേഖലയിലാണ്. അപ്പോൾ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണചേരുക എന്നാണ് മലയാളത്തിൽ അർത്ഥം. അപ്പോൾ ഇവിടെ IEX ഇണചേർക്കുന്നത് പ്രൈസിനെയാണ്. അതായത് IEXന് ഏകദേശം 7600-ലധികം പെർമനൻറ്റ് ബയേഴ്സ് സെല്ലേഴ്സിൻ്റെ ഒരു കസ്റ്റമർ ബേസ് ഉണ്ട്. അപ്പോൾ ഈ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ IEXൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ട്രേഡ് നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 മറ്റ് എക്സ്ചേഞ്ചുകളെ അപേക്ഷിച്ചിട്ട് നല്ലധികം ക്ലയൻറ്റ് ബേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് കറണ്ട് വിൽക്കാൻ വരുന്നവരും വാങ്ങാൻ വരുന്നവരും അവർക്ക് നല്ല രീതിയിലുള്ള ബൈങ് പ്രൈസ് അവർക്ക് കിട്ടും. ബെസ്റ്റ് പ്രൈസ് അവർക്ക് ഓഫർ ചെയ്യാൻ IEXന് പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ IEXന് കഴിയുന്നത് കൊണ്ടാണ് ഈ IEX ഒരു മൊണോപ്പൊളി മേഖലയിൽ നേടിയെടുത്തത്. അപ്പോൾ IEX തീരുമാനിക്കുന്ന പ്രൈസ് അത് ഒരു ആധികാരികമായ ഒരു പ്രൈസായിട്ട് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ പ്രൈസായിട്ട് ഈ എൻറ്റയർ മാർക്കറ്റ് കണക്കാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈസിങ് പവർ ഇവർക്കുള്ളത് കൊണ്ട് IEXൻ്റെ ഈ ഒരു മൊണോപ്പൊളി തകർക്കാൻ മറ്റ് എക്സ്ചേഞ്ചുകൾക്ക് കഴിയാതെ വരുന്നു. അങ്ങനെ IEXൽ ഏറ്റവും അധികം ഇലക്ട്രിസിറ്റി ട്രേഡ് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മൊണോപ്പൊളിയിലാണ് ഇപ്പോൾ IEX പ്രതിസന്ധി നേരിടാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഈ IEXൻ്റെ ഒരു ഫണ്ടമെൻ്റൽസും അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസും നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ROCയും ROEയും, അപ്പോൾ ROC 51.8 ROE 39.4 വളരെ നല്ല ഒരു ROEയും ROCയുമാണ്. ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ വളരെ അട്രാക്റ്റീവാണ്. ഇനി ഡെപ്റ്റ് ടു ഈക്വിറ്റി നോക്കുകയാണെങ്കിൽ 0.01 ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയാണ് IEX. ഇവരുടെ ഏറ്റവും ആകർഷകമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OPM ആണ്, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ്. അത് 84% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ് ഇവർക്ക് ഈ ട്രേഡിങ്ങിലൂടെ കിട്ടുന്നത്. ഇനി ഇവരുടെ സ്റ്റോക്കിൻ്റെ PE നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 39, മീഡിയൻ PE 40 വരെ ആയിരുന്നു ആവറേജ് 5 വർഷത്തെ മീഡിയൻ PE. അപ്പോൾ അതിൽ താഴെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ PE ഉള്ളത്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 38.4, അപ്പോൾ ഇൻഡസ്ട്രി PEയോട് അടുത്ത് തന്നെയാണ് ഇപ്പോഴത്തെ PE കാണുന്നത്. അതുപോലെ ഓൾ ടൈം ഹൈയിൽ ഇതിൻ്റെ PE 101 വരെ പോയിരുന്നു എന്നും നമ്മൾ ആലോചിക്കണം. 2021 ആ റാലിയിലാണ് അങ്ങനെ സംഭവിച്ചത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇതിൻ്റെ PE 38 എത്തിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിൽസിൽ ഒരു 15% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. അതായത് 100 കോടിയിൽ നിന്ന് 115 കോടിയായിട്ട് വളർന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ 71 കോടിയിൽ നിന്ന് 89 കോടിയായിട്ടും വളർന്നിട്ടുണ്ട്. അതായത് ഏകദേശം 25% വളർച്ച പ്രോഫിറ്റിലും കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഏർണിങ്സ് പെർ ഷെയർ EPSൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 0.79 നിന്നും 1 വളർന്നിട്ടുണ്ട്. അതായത് 21% വളർച്ച. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇനി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ അത് 17% നിന്ന് ചുരുങ്ങി ഇപ്പോൾ 13% വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അവരുടെ പണം വിഡ്രോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് IEXൽ നിന്നും അവർ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക്
വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 22% നിന്ന് അത് 26% ഉയർന്നതായിട്ട് കാണും. ഇനി പബ്ലിക് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ അത് അവർ 60% പബ്ലിക് ഹോൾഡിംഗ് ആണ് ഈ സ്റ്റോക്കിലുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കിലുള്ള ഈ ഒരു ഹൈ വളറ്റിലിറ്റിക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ടാകും. കാരണം പബ്ലിക് ഹോൾഡിംഗ് അത്രമാത്രം ഈ സ്റ്റോക്കിലുണ്ട്. 60% പബ്ലിക് ഹോൾഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്ത്, അതിൻ്റെ ഫണ്ടമെൻ്റൽസ്, അതിൻ്റെ ബിസിനസ് ഗ്രോത്ത് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഈ IEXൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്തുകൊണ്ടാണ് ഈ ഇടയ്ക്കിടെ ക്രാഷ് ആകുന്നത്? അതാണ് നമ്മളെ അലോസരപ്പെടുന്ന ഒരു കാര്യം. കഴിഞ്ഞ വർഷം ജൂണിൽ 20% തകർന്ന് പിന്നീട് സാവധാനം അത് റിക്കവർ ചെയ്ത് വരുമ്പോഴാണ് ജനുവരിയിൽ വീണ്ടും തകർന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെയാണ് IEX ആസ്വദിക്കുന്ന ആ ഒരു മാർക്കറ്റ് കപ്ലിംഗ് വഴി കറണ്ടിൻ്റെ വില തീരുമാനിക്കുവാനുള്ള ആ ഒരു മൊണോപ്പൊളിയിൽ സർക്കാർ ഇടപെടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വാർത്തയാണ് ഈ സ്റ്റോക്കിൽ ഇത്രയധികം പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ജൂണിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞു. പിന്നീട് അത് നവംബർ ആ സമയമായപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പുറകോട്ട് പോവുകയാണ് എന്നൊരു വാർത്ത വന്നതോടുകൂടി വീണ്ടും സ്റ്റോക്കിൽ റിക്കവറി ഉണ്ടായി. അങ്ങനെ ഈ ഒരു പ്രൈസിങ് പവർ സർക്കാർ എടുത്തു കളയുമെന്ന് രണ്ടാമത് ജനുവരിയിൽ പറയാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ സർക്കാർ ഒരു എൻറ്റിറ്റിയെ വെച്ചുകൊണ്ട് ഇതിൻ്റെ സാധ്യതകൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സർക്കാർ ആയിരിക്കും ഇനി മുതൽ ഇതിൻ്റെ വില നിശ്ചയിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാ എക്സ്ചേഞ്ചിലും ഒരേ വിലയായിരിക്കും. അപ്പോൾ സർക്കാർ നിശ്ചയിക്കുന്ന ഒരു വിലയായിരിക്കും ഈ പറയുന്ന IEXൽ ഫോളോ ചെയ്യുന്ന വില. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിലവിലുള്ള IEX അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റ് 2 കമ്പനികൾ തുടങ്ങി ഈ എക്സ്ചേഞ്ചിലുള്ളവർക്ക് ഇലക്ട്രിസിറ്റി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം ഏത് എക്സ്ചേഞ്ചിൽ പോയാലും ഒരു വ്യത്യാസവുമില്ല. കാരണം നല്ല വില തന്നെ, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പ്രൈസാണ് എല്ലാവരുടെയും കിട്ടുക. അതുകൊണ്ട് തന്നെ ഏത് എക്സ്ചേഞ്ചിൽ പോയാലും അവരെ സംബന്ധിച്ചുള്ള അത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഉള്ളത് കൊണ്ട് സാധാരണ എല്ലാവരും IEXനെയാണ് സമീപിക്കാറുള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ IEX അവരുടെ കയ്യിൽ നിന്ന് നല്ല ഉയർന്ന ഫീസ് ഈടാക്കാറുമുണ്ട്. കാരണം അതിനുള്ള റൈറ്റ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മാർക്കറ്റ് കപ്ലിംഗ് പരിപാടി സർക്കാർ ഏറ്റെടുക്കുന്നതോടുകൂടി ഈ ഉയർന്ന ഫീസ് ഈടാക്കാനുള്ള IEXൻ്റെ ആ ഒരു ശക്തി ഇല്ലാതാവുകയും അതുകൂടാതെ കൂടുതൽ എക്സ്ചേഞ്ചുകൾ, ഇപ്പോൾ പറയുന്നത് അദാനിയുടെ നേതൃത്വത്തിലൊക്കെ എക്സ്ചേഞ്ച് വരാൻ പോവുകയാണെന്നാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റ് തുറന്നിടാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത് എന്ന് വേണം ഇതിൽ മനസ്സിലാക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് IEXൻ്റെ ബിസിനസ്സിനെ സാരമായി ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും IEXൻ്റെ ബിസിനസ് പൂർണ്ണമായും തകരും എന്ന അനുമാനത്തിലെത്തുന്നത് തെറ്റായിരിക്കും. കാരണം ഇപ്പോൾ ഓൺലൈൻ ട്രേഡിങ്ങിൽ വെറും 7% മാത്രമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ 47%, ജർമ്മനിയിൽ 49% ഇലക്ട്രിസിറ്റി എക്സ്ചേഞ്ച് നടക്കുന്ന ഓൺലൈൻ ട്രേഡിംഗ് വഴിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യയിലും ഭാവിയിൽ അത്തരത്തിലുള്ളൊരു വളർച്ച ഉണ്ടാകും. അപ്പോൾ ഇന്ത്യയിലെ ഓൺലൈൻ എനർജി ഭാവിയിൽ ഇപ്പോൾ തന്നെ അത് വളരുന്നത് 20% CAGR ഗ്രോത്തിലാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ ഭാവിയിലും നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എനർജി ട്രേഡ് നടക്കുന്നതുകൊണ്ട് IEXനും അതിൻ്റേതായ ഒരു മാർക്കറ്റ് ഷെയർ തീർച്ചയായിട്ടും ഭാവിയിലും ഉണ്ടാവും. കൂടാതെ IEX തങ്ങളുടെ ബിസിനസ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഗ്യാസ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ എക്സ്ചേഞ്ച് ബിസിനസ് ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ അവർക്ക് 40-ലധികം രജിസ്റ്റേർഡ് മെമ്പേഴ്സും 200-ലധികം രജിസ്റ്റേർഡ് ക്ലയൻസും കഴിഞ്ഞ FY 23 6,490 കോടിയുടെ ഗ്യാസ് ട്രേഡും ഇവർ നടത്തിയിട്ടുണ്ട്. കൂടാതെ കാർബൺ എക്സ്ചേഞ്ച് പോലെ അതുപോലെ കോൾ എക്സ്ചേഞ്ച് എന്നീ എനർജി സെഗ്മെൻറ്റിൽ ഇതേപോലെ ഇവർ എനർജി എക്സ്ചേഞ്ച് ആരംഭിക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ ചെയ്യാനുള്ള കാരണം ഇവർക്ക് അത്രമാത്രം ശക്തമായൊരു ക്ലയൻറ്റ് ബേസ് ഉണ്ട്. അപ്പോൾ ആ ക്ലയൻറ്റ് ബേസ് സമർത്ഥമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ അതായത് ഇലക്ട്രിസിറ്റി എക്സ്ചേഞ്ചിലുള്ള മാർക്കറ്റ് കപ്ലിംഗ് സർക്കാർ ഇടപെടുന്നതിലൂടെ കൈമോശം വരുന്ന ആ ഒരു ബിസിനസ് ഇങ്ങനെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിലൂടെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ശ്രമമാണ് IEX നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവരുടെ ആ ഒരു ക്ലയൻറ്റ് ബേസ് 7600ഓളം പാർട്ടിസിപ്പൻസ് ഉള്ള വലിയൊരു ക്ലയൻറ്റ് ബേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു മേഖലയിൽ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് അവർ തീർച്ചയായിട്ടും ഉപയോഗിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് IEXുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ മാർക്കറ്റ് കപ്ലിംഗ് യഥാർത്ഥത്തിൽ നിലവിൽ വരുന്നതോടുകൂടി
അതിനോട് എങ്ങനെയായിരിക്കും IEX റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അവിടെ IEXൻ്റെ പ്ലാനുകൾ എന്തൊക്കെയായിരിക്കും എന്നതും കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് IEXൻ്റെ ഭാവിയെ പ്രവചിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, IEXൻ്റെ വ്യൂ, IEX ഒരു സ്റ്റോക്കിനോടുള്ള നിങ്ങളുടെ വ്യൂ എന്താണ് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.